ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു 3 ദിവസമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഈ ഒരു ചാനൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പെട്ടി പോയോ, ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നത് നിർത്തിയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രാമൻ, അതുപോലെ സോന, ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പോലും ആലോചിച്ചത് എൻ്റെ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്നൊക്കെ. എന്നിട്ട് ഞാൻ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 16 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ എനിക്കറിയാവുന്നവർ 3 പേര് മാത്രമേ ഉള്ളൂ. അവർ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബാക്കി ആരൊക്കെയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ എന്നെ അറിയാതെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സബ്സ്ക്രൈബിങ്, കീപ് സപ്പോർട്ടിങ്. കാരണം എനിക്ക് ഇങ്ങനൊരു ചാനലിലെ കാര്യം എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എൻ്റെ ബാക്കി ഫ്രണ്ട്സിനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ എടുക്കാൻ ഡിലേ ആയത്, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് 2 വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജോബിനെ പറ്റി, അതുപോലെ ജോബ് എന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് വരുന്ന കുറെ സ്കാം കോൾസിനെ പറ്റി ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി എനിക്ക് 1-2 അപ്കമിങ് ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിനിടയിലുള്ള ഒരു സമയത്താണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകെ കുറച്ച് പേരാണെങ്കിൽ പോലും ഐ വാല്യൂ യു ഗൈസ് എ ലോട്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ എനിവേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്നവരും അതുപോലെ കോളേജ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജോബ് സീക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ലിങ്ക്ഡിനിൽ നല്ലൊരു സെറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കി വയ്ക്കുക. ആൻഡ് നമ്മളെല്ലാവരും ജോബ് അപ്ലൈ ചെയ്യുന്നത് കൂടുതലും ലിങ്ക്ഡിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഈസി അപ്ലൈ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആൻഡ് വിൽ ബി ഓൾ ഹാവിങ് എ റെസ്യൂമെ, CV ഓൾസോ വിത്ത് us. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഈസി അപ്ലൈ കൊടുത്ത് നമ്മൾ ലിങ്ക്ഡിൻ വഴി ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരു ദിവസം ഒരു കമ്പനിയിലേക്ക് ഒരു ജോബ് റോളിനും thousands ഓഫ് ആൾക്കാരാണ് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇതുപോലെ കഴിഞ്ഞൊരു 2 to 4 ഡേയ്സിൻ്റെ അകത്ത് അറൗണ്ട് ഒരു 200 കമ്പനീസിന് ഒരു 100 പോസ്റ്റൊക്കെ ആയിട്ട് ഞാൻ പലർക്കും ഇതുപോലെ ആപ്ലിക്കേഷൻ ലിങ്ക്ഡിൻ വഴി, നോക്കറി വഴി, അതുപോലെ പല കമ്പനി സൈറ്റ്സ് വഴി, അവരുടെ കരിയർ സൈറ്റ്സ് വഴി ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഏത് എൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഇറ്റ് വെന്റ് അൺനോട്ടീസ്ഡ്. അവർ മൈൻഡ് പോലും ആക്കില്ല. ദ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ദിൽ റിജക്ട് ഇറ്റ്. എനിക്ക് റിട്ടേൺ മെയിൽസ് വരും, വി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് മൂവിങ് ഫോർവേഡ് വിത്ത് യുവർ ആപ്ലിക്കേഷൻ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നിങ്ങളുടെ ഈ ഒരു സംഭവത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കീ മോട്ടിവേറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല പോസ്റ്റുകൾ ഈ കമ്പനിയിൽ വരും. സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ ആപ്ലിക്കേഷൻ യെറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമുക്കൊരു കമ്പനിയിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോബ് റോളിന് അപ്ലൈ ചെയ്ത് ആ കമ്പനീസ് നമുക്ക് റിട്ടേൺ മെയിൽ 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശരാശരി വ്യക്തി പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാന്ന് വിചാരിച്ച് നമ്മൾ ഓടിപ്പോയി നോക്കും. പക്ഷെ നോക്കുന്ന സമയത്ത് ഒന്നല്ല ഒരു 50 കമ്പനീസ് ഒന്നിച്ചൊക്കെയാണ് റിജക്ട് ചെയ്തു. സോറി, വി ആർ നോട്ട് മൂവിങ് ഫോർവേഡ് വിത്ത് യുവർ ആപ്ലിക്കേഷൻ. ഇത് നിങ്ങളുടെ സ്കിൽസും നമ്മളുടെ കമ്പനിക്കുള്ള ആവശ്യമായിട്ട് ഒത്തുപോകുന്നില്ല, അതുകൊണ്ട് നമ്മളിത് വി ആർ നോട്ട് മൂവിങ് എഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചില കമ്പനീസ് ഇങ്ങനെയും പറയും, ദർ ആർ അതർ ആപ്ലിക്കേഷൻസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഹു ആർ ബെറ്റർ ദാൻ യോഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് വി ആർ റിജക്ടിങ് യോഴ്സ് ഫോർ നൗ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും റിജക്ഷൻ ഈസ് റിജക്ഷൻ. നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പം അങ്ങനെ 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സന്തോഷമില്ലാണ്ട് എന്തിനാണ് യൂട്യൂബിൽ വന്ന് അഭിനയിക്കുന്നത്, സന്തോഷം കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാതിരുന്നത്. പക്ഷെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഐ ഫെൽ ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാൻ ഒരു ഫ്രഷറാണ്. അപ്പം ഞാൻ ഒരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് കോഴ്സ് ഇത് വരുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നോക്കി കുറച്ച് ഹാക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ, എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ എടുക്കും, ഈ രീതിക്കൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പോയിന്റ്സ് എനിക്ക് പറയണം തോന്നി. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് റെസ്യൂമേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു റെസ്യൂമേ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എല്ലാ കമ്പനിക്കും ഏത് റോൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ റെസ്യൂമേ എല്ലാത്തിലേക്കും ഫോർവേഡ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് AI ടൂൾസും ബോർഡ്സും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്തെന്ന് വെച്ചാൽ വി ഹാവ് ടു ടൈലർ അവർ റെസ്യൂമേ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ റിക്വയർമെന്റും അവർക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് നമ്മുടെ റെസ്യൂമേനെ നമ്മൾ മാറ്റണം. എന്ന് വെച്ചാൽ 50 കമ്പനീസിൽ നിങ്ങൾ 50 പോസ്റ്റിന് അയക്കുമ്പോൾ 50 റെസ്യൂമേ അയക്കണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നിങ്ങൾ റെസ്യൂമേ ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് AI ടൂൾസ് വെച്ചിട്ട് ഇപ്പോൾ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈലർ ചെയ്ത് മാറ്റാൻ പറ്റും. യു ഗെറ്റ് ഇറ്റ്? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെസ്യൂമേ സ്ട്രക്ചർ ആയിരിക്കും. അപ്പം നമ്മളൊരു മാനേജ്മെന്റ് റിലേറ്റഡ് കമ്പനിക്കും അല്ലെങ്കിൽ ഒരു കോർ കമ്പനിക്കും അയക്കുന്ന സമയത്ത് ഒരു ആണി ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ 2 കമ്പനീസും സീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ജോബ് റോളിന്റെ റിക്വയർമെന്റ്സ് തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പം അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള 2 കമ്പനീസിനും 2 റോൾസിന് അയക്കുമ്പോൾ ഒരേ റെസ്യൂമേ അയച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്തും നിങ്ങൾ റിജക്ട് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ കമ്പനിയുടെ റിക്വയർമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനാണ് വേണ്ടത്, അവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് സർട്ടിഫിക്കേഷൻസ് ആണ് വേണമെന്ന് പറയുന്നത്, പ്രിഫറൻസ് എങ്ങനെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേനെ മോഡിഫൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് നിങ്ങൾ തന്നെ ആദ്യം നോക്കി, ഓക്കെ നിങ്ങളിപ്പോൾ ഒരു HR ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇങ്ങനെ ഒരു റെസ്യൂമേ വന്നാൽ നിങ്ങളത് നോക്കൂ അതോ തള്ളിക്കളയോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എപ്പോഴും അയക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ റിജക്ട് ചെയ്ത് തിരിച്ചു വരും. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് റെഫറൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ അലുമിനീസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ ഇന്റേൺഷിപ്സ് ചെയ്തവരോ അല്ലെങ്കിൽ അവിടെ HR ആയിട്ട് ഇരിക്കുന്നവരോ അങ്ങനെ ഏതെങ്കിലും രീതിക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ റെഫറൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. അപ്പം നിങ്ങളുടെ റെസ്യൂമേ കമ്പനി കാണുന്നതിനും അതുപോലെ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഒരു പ്രിഫറൻസ് അവിടെ കിട്ടും. നിങ്ങളുടെ റെസ്യൂമേ അറ്റ്ലീസ്റ്റ് അവർ നോക്കുന്നതിനെങ്കിലും ഒരു പ്രിഫറൻസ് കൊടുക്കും. ആൻഡ് കിട്ടാനുള്ള ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആണ്, കൂടുതലാണ്. ബിക്കോസ് നിങ്ങളുടെ പെർഫോമൻസ് ഒബ്വിയസ്ലി അവിടെ മാറ്റർ ആണ്. ബട്ട് സ്റ്റിൽ ഈ റെഫറൽ യൂസ് ചെയ്യുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ റെഫറൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും വരുന്നൊരു മിസ്റ്റേക്ക്, ഞാനും വരുത്തിയിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കമ്പനി സൈറ്റിൽ കയറിയിട്ട് ഈ ജോബ് റോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് വെക്കും. സൈറ്റിൽ കഴിഞ്ഞിട്ട് നമ്മൾ പരതാൻ തുടങ്ങും. ഈ ഒരു ജോബ് റോളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് ബന്ധമുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, റാൻഡം ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുക്കും, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ള അലുമിനീസിലെ ലിങ്ക്ഡിനിൽ തപ്പും. ഇങ്ങനെയൊക്കെ നോക്കി നോക്കി നമ്മൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് റെഫർ ചെയ്യോ ചോദിക്കും. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഈസ് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ റെസ്യൂമേ സബ്മിറ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഫറൽ കൊണ്ട് അവിടെ കാര്യമില്ല. റെഫറൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ നമ്മൾ ഈ ഒരു പോസ്റ്റ് എല്ലാ ജോബ് റോൾസിനും ഒരു ID ഉണ്ടായിരിക്കും, ഒരു കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആദ്യം നമ്മൾ ആരെ കൊണ്ടാണോ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ കമ്പനി വഴി അവരത് സംസാരിച്ച് ഈ റെഫറൽ നമുക്ക് ഒരു മെയിൽ അയക്കും. ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. സോ ആ ഒരു റെഫറൽ അയക്കുന്ന റെഫറൽ ID ത്രൂ നമ്മൾ ലിങ്ക് വഴി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഫറൽ എന്നുള്ള രീതിക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പോവാം. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന പിന്നെ അവിടെ പിന്നെ റെഫറൽ ID അല്ലെങ്കിൽ റെഫറലിനെയും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. സോ റെഫറൽ ത്രൂ മെയിൽ അവരയക്കും, അതുവഴി നമ്മൾ ലിങ്കിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് റെഫറൽ ID വഴി നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആദ്യം പോയി എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് പിന്നെ റെഫറലിനെ തപ്പിയിട്ട് കാര്യമില്ല. ഓക്കെ, ദ തേർഡ് തിങ് ഇസ് ദാറ്റ് ഇന്റേൺഷിപ്സ്. നല്ല ഇന്റേൺഷിപ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനിയിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 3rd ഇയർ 4th ഇയർ ഒക്കെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ഏതൊക്കെ കമ്പനീസ് എപ്പോഴൊക്കെയാണ് ഇന്റേൺഷിപ്സ് വിളിക്കുന്നത്, ഏതൊക്കെ സെക്ടറിലേക്കാണ് വിളിക്കുന്നത്, അതിനെന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന നമ്മുടെ സീനിയേഴ്സോ പാസ് ഔട്ട് ആയിട്ടുള്ളവരോ നമ്മുടെ പരിചയത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ഇന്റേൺഷിപ്സ് വരുന്ന സമയത്ത് അവർ നമ്മളെ അറിയിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്സ് വഴി നമുക്ക് ആ ഒരു കമ്പനിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാനും അവിടെ നമുക്ക് ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത് ഒരു ഫ്രഷർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി ഇസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓൾറെഡി ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇഫ് വി ഹാവ് പെർഫോംഡ് വെൽ. ഓക്കെ, മൈക്ക് ഞാൻ അർജന്റായിട്ട് വാങ്ങാം, എനിക്ക് വയ്യ എങ്ങനെ ഒച്ചയെടുക്കും. ഓക്കെ, ബൈ ദ വേ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എനിക്ക് 2 മാസത്തെ സാലറി കിട്ടി. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് ഞാൻ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു ഫീൽ.
അപ്പോൾ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ നമ്മൾ ചുമ്മാ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്ത് ജോബ് സെർച്ച് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഡു ദിസ് വേ. യു ക്യാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നവിടെ ഹാഷ് കൊടുത്തിട്ട് ഹാഷ്ടാഗ് ഇപ്പോൾ ഇൻഫോസിസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹാഷ്ടാഗ് ഇൻഫോസിസ് ആൻഡ് ഹയറിംഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഫോസിസിലെ വാക്കൻസീസ് വരുന്ന സമയത്ത് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടുള്ളത് ആ പ്രൊഫൈൽസ് എല്ലാം അവിടെ ഒന്നിച്ച് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെയൊക്കെ കണക്ട് ചെയ്ത് ഫോളോ ചെയ്ത് യു ക്യാൻ മെസ്സേജ് ദം ലൈക്ക് സി. അതും നമുക്ക് അവിടെ എഗെയിൻ ദർ ഇസ് എ ഫിൽറ്റർ ഓപ്ഷൻ. അവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ 3 days മുന്നേ തൊട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് 24 hours അങ്ങനത്തെ അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഏർലി അപ്ലിക്കൻ്റ് ഓൾസോ. അപ്പം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ചെയ്യുന്ന HR-കളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക, യു ക്യാൻ റാപ്പ് വിത്ത് ദാറ്റ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് സർ ദിസ് ഇസ് മൈ ക്വാളിഫിക്കേഷൻ ആൻഡ് ജസ്റ്റ് സെൻഡ് ദം യുവർ റെസ്യൂമെ ത്രൂ ലിങ്ക്ഡിൻ ഇറ്റ്സെൽഫ്. എന്നിട്ട് യു ക്യാൻ ചാറ്റ് ലൈക്ക് ഓക്കെ സർ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഫ്രഷറാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വാക്കൻസി വരിക, എങ്ങനെയാണ് ഓപ്പണിങ്സ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് HR ആയിട്ട് ഹയർ ചെയ്യുന്നവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ചാൻസ് ഫോർ യു ടു ഗെറ്റ് ഇൻ ടു എ കമ്പനി. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇൻസ്റ്റാഗ്രാം ഓൾസോ ഫോർ ദിസ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഹാഷ്ടാഗ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഓരോ കമ്പനീസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഹാഷ്ടാഗ് ജിലോയിറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ അവിടെ ഹയർ ചെയ്യുന്ന ആളുകളുടെയൊക്കെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക്, ഞാൻ പറയുന്ന എല്ലാവരുടെ പോയി രാത്രി 12 മണിക്ക് 1 മണിക്ക് മെസ്സേജ് അയച്ച് കോഴിത്തരം കാണിക്കണം എന്നല്ല. നമ്മുടെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചരല് വരി ഇറങ്ങുന്ന പോലെ എല്ലാവരുടെ പോയിട്ട് കാണാൻ സംസാരിക്കുന്ന കാര്യമല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് ഹായ് ചേട്ടാ, ഹായ് ചേച്ചി, സുഖല്ലേ, ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബി വെരി പ്രൊഫഷണൽ. നമുക്ക് ഇന്നൊരു കമ്പനിയിൽ ഇങ്ങനെ ഒരു വർക്കിന് താല്പര്യമുണ്ട്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ക്യാൻ യു റെഫർ മീ ഓർ ഈസ് ദർ എനി കൈൻഡ് ഓഫ് വാക്കൻസീസ് ഓർ ഓപ്പണിങ്സ്, ക്യാൻ യു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദിസ്, അല്ലെങ്കിൽ ക്യാൻ യു കീപ്പ് അപ്പ് ഇൻ ദിസ് കോൺടാക്ട്, or if there is any way you could help me, please try it out എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചും ഹെൽപ്പ് ചെയ്യും. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ കൂടെ ദേ വിൽ ഹെൽപ്പ് യു. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവരും അത് വളരെ ഓപ്പൺ ആയിരിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക്. കാരണം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഒരു നല്ല റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ പുറത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ ഒരു ഇത് അവസ്ഥ മനസ്സിലാവും. ദേ വിൽ ബി ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു ഓൾസോ. അങ്ങനെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ പ്ലേസ്മെന്റ് സെല്ല് വഴി ഒരുപാട് കമ്പനീസ് വരും. പക്ഷെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിയാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അത് ഉണ്ടാവാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്. ഇപ്പം ഞാൻ പഠിച്ച JC തൃശ്ശൂർ ഒരുപാട് നല്ല കമ്പനീസ്, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, കോർ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് കമ്പനീസും നമ്പർ ഓഫ് കമ്പനീസ് അവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില കോർ കമ്പനീസ് അല്ലെങ്കിൽ നല്ല കമ്പനീസ് ഒക്കെ വരുന്ന സമയത്ത് അവർ പറയും CGPA നമുക്ക് 7 മതി അല്ലെങ്കിൽ CGPA 6.5 മതി, ബട്ട് നോ ബാക്ക്ലോഗ് ഹിസ്റ്ററി. സപ്ലിയുടെ ഹിസ്റ്ററി പോലും പാടില്ല. നമ്മൾ ക്ലിയർ ചെയ്തോ, ആക്റ്റീവ് ബാക്ക്ലോഗ് ആണോ, നമ്മൾ ഡെഡ് ആണോ, ക്ലിയർ ചെയ്തോ ഇല്ല എന്നുള്ള വിഷയമല്ല, പക്ഷെ ഹിസ്റ്ററി പോലും പാടില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ കുറെ പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില കമ്പനീസ് പറയും ബാക്ക്ലോഗ് ഹിസ്റ്ററി നമുക്ക് പ്രശ്നമില്ല, അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ നമുക്ക് 8 വേണം CGPA. ചില കമ്പനീസ് പറയും ആക്റ്റീവ് ബാക്ക്ലോഗ്സും പാടില്ല, ബാക്ക്ലോഗ് ഹിസ്റ്ററിയും പാടില്ല, CGPA 8 വേണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും ടോപ്പ് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, അത്ര സീരിയസ് ആയിട്ട് ഈ ഒരു കോർ ഏരിയനെ കാണുന്ന കുട്ടികളെ മാത്രം മതി എന്ന് വിചാരിച്ചെടുക്കുന്ന കമ്പനീസാണ്. അത് അവരുടെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ സപ്ലി ഇല്ലാതെ ബാക്ക്ലോഗ്സ് ഇല്ലാതെ ഒരു 8 CGPA മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കമ്പനീസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങാനും സപ്ലി വന്നാൽ തന്നെ അതൊരു റീവാലുവേഷൻ, ഇപ്പോൾ ഞാനൊന്ന് റീവാലുവേഷൻ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. കാരണം എന്തിനാണ് നമ്മൾ KTUവിന് 675 രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നമ്മൾ കൊടുത്ത് എങ്ങാനും നമുക്ക് റീവാലുവേഷനിൽ സപ്ലി മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് പല കമ്പനീസിലും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ സീരിയസ് ആയിട്ട് എടുക്കുക. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടക്കുന്നത്, നമുക്ക് ഷോർട്ട് കട്ട്സ് വെച്ചിട്ടും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മടി വിചാരിക്കരുത്, എന്നെ പോലെ മടിക്കാതെ എല്ലാവരും പഠിക്കുക. കോറാണെങ്കിലും ടെക്നിക്കൽസ് കാര്യങ്ങളൊക്കെ തലേദിവസം കുത്തിയിരുന്ന് പഠിക്കുക. എങ്ങനെയെങ്കിലും നല്ലൊരു കമ്പനിയിൽ കയറാൻ നോക്കുക. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞൊരു ഫ്രഷറായിട്ട് നിന്ന് കഴിഞ്ഞാൽ
ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ടു എ കമ്പനി വേണം. നമുക്ക് US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ കമ്പനി വേണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കമ്പനീസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇതാണ് എൻ്റെ സ്വപ്നം, അല്ലെങ്കിൽ എനിക്ക് ഇൻഫോസിസ് പോകണം, എനിക്ക് അസെഞ്ചറിൽ പോകണം. അതെനിക്ക് ആലോചിച്ചപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് ട്രൂ അല്ലേ. അപ്പോൾ നമ്മൾ എനിക്ക് ഈ കമ്പനി വേണം, എനിക്ക് ആ കമ്പനി വേണം, ദിസ് ഈസ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ബെസ്റ്റ് ആവുന്നത്? അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ കമ്പനി അത്രയും നന്നായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ. പുറത്ത് ഇത്രയും ഒരു പേരുള്ളതും സ്റ്റുഡൻസ് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനും അവിടെ പ്ലേസ്ഡ് ആവാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇടി കൂടി പ്രഷർ ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു വാക്കിൻ ഇന്റർവ്യൂ ഒക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന്റെ പുറത്ത് നമ്മൾ കോഗ്നിസന്റ് അതുപോലെ ഇൻഫോസിസ് ഇതിൻ്റെയൊക്കെ വാക്കിൻ ഇന്റർവ്യൂസ് നമ്മൾ റീൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗേറ്റിന്റെ പുറത്തായിരിക്കും എല്ലാ ഗ്രാജുവേറ്റ്സും നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്, അവർക്ക് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് കയറിയാൽ മതി. അപ്പോൾ ഇത്തരം കമ്പനീസ് അവരുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അവിടെ ഹയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് കമ്പനീസ് ഫോർ യു ആസ് എ ഫ്രഷർ. നമ്മൾ ഏത് കമ്പനിയിലാണോ കയറുന്നത് അവിടെ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നമ്മുടെ സ്കിൽ സെറ്റ്സ് ഇംപ്രൂവ് ചെയ്യുക, പുതിയ കോഴ്സുകൾ പഠിക്കുക, നല്ല നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നിരന്തരം പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കിയിട്ട് ഇങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് കീപ് ട്രൈങ് ഓൾസോ. വാട്ട് എൽസ്? അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡ് എക്സാംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ടെക്നിക്കൽ പ്രിപ്പറേഷൻ എല്ലാം നല്ല സീരിയസ് ആയിട്ട് എടുക്കുക. എല്ലാത്തിലും പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകണ്ട. പക്ഷെ അത് ഇപ്പം ഞാനൊക്കെ പല ഇന്റർവ്യൂസിന്റെ ഒക്കെ പല കമ്പനീസിന്റെയും ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ HR ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആ റൗണ്ടൊക്കെ എത്തുമ്പോൾ മടുത്തിട്ടോ ഇനിയിപ്പോൾ എന്തിനാ പോകണ്ട, നമ്മൾ എക്സോസ്റ്റഡ് ആവും കുറച്ച്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അവിടെ വരെ പോകണം, എന്നിട്ട് അത് ചെയ്യണം, ഫോർമൽസ് ഇട്ട് പോകണം, ഒരു മടി അങ്ങനത്തെ സാധനമൊക്കെ. അപ്പോൾ കോളേജ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ കോളേജിലേക്ക് അങ്ങോട്ട് കമ്പനി വന്ന് നമ്മളെ കോളേജിൽ നിന്ന് ഹയർ ചെയ്ത് കൊണ്ടുപോവാണ്. അതിൻ്റെയൊക്കെ സുഖം മനസ്സിലാവണമെങ്കിൽ നമ്മൾ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ കമ്പനീസിന്റെ പുറകെ അങ്ങോട്ട് പോകുമ്പോൾ കമ്പനീസ് ഡോർ അടയ്ക്കണം. അപ്പോഴാണ് നമ്മൾക്ക് മറ്റേ സാധനം തലയിലടിക്കുക. അയ്യോ, കോളേജ് വാസ് ലൈക്ക് ഒന്നും ചെയ്യണ്ട, നമ്മൾ ചുമ്മാ ഇരുന്നോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കഷ്ടപ്പെട്ടൊരു കമ്പനി കിട്ടിയെന്നിരിക്കട്ടെ, വല്ല ഭോപ്പാലിലോ മണിപ്പൂരിലോ ഡൽഹിയിലോ ഇവർ നമ്മളടുത്തൊരു ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞാൽ നമ്മളവിടെ പോയേ പറ്റുള്ളൂ. പക്ഷെ കോളേജ് പ്ലേസ്മെന്റ് വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാനൊന്നും അതിൻ്റെ ഒരു സീരിയസ്നെസ് ലെവൽ ലേശം അത് സീരിയസ് ആയി എടുക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ അത് നമ്മൾ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഈവൻ ദോ ഐ എം പ്ലേസ്ഡ് സ്റ്റിൽ എനിക്ക് അതൊരു ചെറിയ റിഗ്രറ്റ് ഉണ്ട്. ഞാൻ പല കമ്പനീസും വന്ന സമയത്ത് വേണ്ട രീതിക്ക് പ്രിപ്പയർ ചെയ്തില്ല, വേണ്ട രീതിക്ക് അത് അപ്പിയർ ചെയ്തില്ല. നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു ഫീൽഡിൽ ഞാൻ പോവില്ല, ഞാൻ അതിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നിർബന്ധിക്കില്ല, പോകണമെന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ലേറ്റ് നിങ്ങൾക്ക് റിഗ്രറ്റ് ആവരുത്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ കമ്പനി മിസ് ചെയ്യണത് നല്ല കമ്പനി ആയിരുന്നു, അല്ലെങ്കിൽ ഈ ജോബ് എനിക്ക് പറ്റുന്നതായിരുന്നു, അത് അന്നത്തെ ഒരു ഉഴപ്പ് കാരണം പോയല്ലോ, അങ്ങനെ നിങ്ങൾക്ക് റിഗ്രറ്റ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കീപ് പ്രിപ്പയറിങ്, കീപ് ലേണിങ്, കീപ് ട്രൈയിങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ സ്കാം ആയിട്ട് കുറേ ഈ വാട്സപ്പ് ടെലിഗ്രാം ചാനൽസൊക്കെ ഒരു 19 ചാനൽസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവർ നമ്മുടെ അടുത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് കമ്പനീസിന്റെ പേര് കൊടുക്കും. എന്നിട്ട് പറയും ഫ്രഷേഴ്സ് കൻ അപ്ലൈ. നമ്മൾ ആ കരിയർ സൈറ്റ് ആ കമ്പനിയുടെയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എയ്തർ അങ്ങനെ ഒരു ജോബ് വാക്കൻസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷനോ കമ്പനിയുടെ സൈഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവില്ല. അതൊരു സ്കാമോ ഫേക്ക് ആയിട്ട് വരുന്ന ഒരു ലിങ്ക് ആയിരിക്കും. അല്ലെങ്കിൽ ആ കമ്പനിയുടെ സൈറ്റിൽ വ്യക്തമായ ഒരു പറഞ്ഞിട്ടുണ്ടായിരിക്കും 5 to 7 അല്ലെങ്കിൽ 7 to 10 years ഓഫ് എക്സ്പീരിയൻസ് ഇസ് പ്രിഫേർഡ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മിനിമം റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് UG PG എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇന്ന കമ്പനീസിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കമ്പനിയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ടെലിഗ്രാം ചാനൽസ് അല്ലെങ്കിൽ വാട്സപ്പ് ചാനൽസിൽ അതൊരു ബിസിനസ് ആണ്. അത് എല്ലാം അവർ എല്ലാത്തിനും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. വാക്ക് ഇൻ ഡ്രൈവ്, ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ, അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഇത് അപ്ലൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ ജോലി കിട്ടി പോയിട്ടുള്ളവർ എൻ്റെ അറിവിൽ കുറവാണ്. ബിക്കോസ് അതിൽ 1-2 എണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പം റിയൽ ആയിട്ട് വരുന്നുണ്ടാവും. അതിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും.
അല്ലാതെ എല്ലാ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ്സിൽ നമ്മൾ കുറേ എണ്ണത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലിങ്ക് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിലേക്ക് ആപ്ലിക്കേഷൻ അല്ല പോകുക, നേരെ അടുത്തൊരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും, അവിടെ നിന്ന് ചെറിയ അടുത്ത വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും. ഇത് ഇങ്ങനെ ഇട്ട് കുറേ ഇതാവും. അല്ലാതെ നമുക്ക് ജോലിക്കുള്ള സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കരിയർ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ സൈറ്റിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്നും പിന്നെ നമ്മളുടെ പ്രൊഫൈലും പേരും ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേറെ കുറെ പേര് മെസ്സേജ് അയക്കാൻ വരും. സോ കീപ് യുവർ സെൽഫ് സേഫ് ഫ്രം ദാറ്റ്. അപ്പൊ അത്രയ്ക്കും. സോ ഒന്നും കൂടെ ഞാൻ പറയാണ്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ബൈ.